അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് സ്പീച്ച് ടിവിയുടെ ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കൾക്കും അൽ മസായിലുൽ യൗമിയ ഡേ ടു ഡേ മസായിൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സംശയം അഖീഖ ഉദ്ഹിയ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതാണ്. അഖീഖ ഉദ്ഹിയ ഈ രണ്ട് അമലുകളും സുന്നത്തായ അമലുകളാണ്. രണ്ടിൻ്റെയും രീതിയിൽ ചില കാര്യങ്ങളിലൊക്കെ സാമ്യമുണ്ടെങ്കിലും മറ്റു ചില കാര്യങ്ങളിൽ വളരെ വ്യത്യാസവും ഉണ്ട്. അഖീഖ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിനു വേണ്ടി കുട്ടിയുടെ രക്ഷിതാക്കൾ ആ കുട്ടി പ്രായപൂർത്തിയാവുന്നതിന് മുമ്പായി കുട്ടിക്ക് വേണ്ടി നൽകുന്ന നടപ്പാക്കുന്ന അറവാണ് അഖീഖ എന്ന് പറയുന്നത്. പക്ഷേ ഉദ്ഹിയ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഉദ്ഹിയ എന്നത് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ദുൽഹജ്ജ് 10 അന്ന് അതായത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ സൂര്യോദയത്തിന് ശേഷം തുടങ്ങി ദുൽഹജ്ജ് 13 അന്ന്, നാം സാധാരണ 4-ാം പെരുന്നാൾ എന്ന് പറയുന്ന 13 അന്ന് മഗ്രിബിന് മുമ്പ് വരെയുള്ള സമയത്തിനിടയിൽ നടത്തുന്ന അറവിനാണ് ഉദ്ഹിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും നടക്കുന്ന സമയം വ്യത്യസ്തമാണ്. അഖീഖ എന്ന് പറയുന്നത് പ്രസവിക്കപ്പെട്ട കുഞ്ഞിന് വേണ്ടി നിർവഹിക്കപ്പെടുന്ന രക്ഷിതാക്കൾ ആ കുഞ്ഞിന് വേണ്ടി നിർവഹിക്കുന്ന ഒരു അമലാണെങ്കിൽ ഉദ്ഹിയ എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവർക്ക് വേണ്ടി വലിയ പെരുന്നാളിൻ്റെ അന്നത്തെ സുബഹിക്ക് ശേഷം മുതൽ ദുൽഹജ്ജ് 13 അന്നത്തെ മഗ്രിബിന് മുമ്പ് വരെയുള്ള സമയത്തിനിടയിൽ നിർവഹിക്കുന്ന അമലാണ്. അപ്പോൾ ഇത് രണ്ടും രണ്ട് അമലാണ് എന്ന കാര്യം വളരെ വ്യക്തമായി. രണ്ടും സുന്നത്തായ അമലുകൾ തന്നെയാണ്. ആരെങ്കിലും ഈ അമലുകളെ നേർച്ചയാക്കിയാൽ അത് രണ്ടും ഫർളായി തീരുകയും ചെയ്യും. ഈ അഖീഖ എന്ന് പറയുന്നത് കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു ശുഭകരമായ ഭാവി അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിർവഹിക്കപ്പെടുന്ന ഒരു അമലാണ്. പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നിർവഹിക്കണം എന്ന് രക്ഷിതാക്കളായ ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആ കുഞ്ഞിനു വേണ്ടി നിർവഹിക്കണം എന്ന് കൃത്യമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും നൽകിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രസവിക്കപ്പെട്ട നിമിഷം മുതൽ ആ കുഞ്ഞ് വളർന്ന് വലുതായി പ്രായപൂർത്തിയായി യുവാവായി പിന്നീട് മധ്യവയസ്കനായി വാർദ്ധക്യത്തിലെത്തി സാധാരണ നിലയിൽ അയാൾ മരണപ്പെടുന്നത് വരെ അല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം പിന്നെ അയാൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ശരീഅത്തുൽ ഇസ്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ കൂട്ടത്തിലൊന്നാണ് ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വേണ്ടി രക്ഷിതാക്കൾ അഖീഖ അറുക്കണം എന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലായി അഖീഖ എന്നത് മറ്റൊരു അമലാണ്, ഉദ്ഹിയ എന്നത് വേറൊരു അമലാണ് എന്ന്. പക്ഷേ ഇത് രണ്ടും ഒരു വിഷയത്തിൽ തുല്യമാണ്. അതായത് ഈ അറുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മൃഗം ഉദ്ഹിയത്തിൻ്റെ മൃഗമാണെങ്കിലും അഖീഖയുടെ മൃഗമാണെങ്കിലും രണ്ടും ഒരുപോലെ തന്നെയാണ്. നിബന്ധനകളൊത്ത മൃഗങ്ങൾ തന്നെയാവണം അഖീഖയ്ക്കും ഉദ്ഹിയയ്ക്കും ഉപയോഗിക്കേണ്ടത്. സാധാരണ നിലയ്ക്ക് 2 വയസ്സുള്ള ആടോ അല്ലെങ്കിൽ 2 വയസ്സുള്ള മാടോ അല്ലെങ്കിൽ 5 വയസ്സുള്ള ഒട്ടകമോ ആണ് അഖീഖയ്ക്ക് വേണ്ടിയും ഉദ്ഹിയയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കേണ്ടത്. ന്യൂനതകളൊന്നും ഇല്ലാത്ത മൃഗമായിരിക്കണം എന്നതും നിബന്ധനയാണ്. അപ്പോൾ മൃഗങ്ങളുടെ സ്വഭാവത്തിൽ അഖീഖയിലും ഉദ്ഹിയയിലും ഒരേ നിയമങ്ങൾ തന്നെയാണെങ്കിലും ഇവകൾ നിർവഹിക്കപ്പെടുന്ന കാര്യങ്ങൾ രണ്ടും വ്യത്യസ്തമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ 7 അന്നാണ് ഉദ്ഹിയ അറുക്കൽ സുന്നത്താണ് എന്ന് ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. കുട്ടിക്ക് പേരിടണം, കുട്ടിക്ക് വേണ്ടി അഖീഖ അറുക്കണം, അതുപോലെ തന്നെ കുട്ടിയുടെ തലയിൽ നിന്നും മുടി നീക്കം ചെയ്യണം. ഇതൊക്കെ 7 അന്ന് നിർവഹിക്കപ്പെടേണ്ട അമലുകളാണ്. ഈ പറയപ്പെട്ട 3 അമലുകൾക്കും ഒരു ക്രമമുണ്ട്. പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഈ അമലുകൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ക്രമം പാലിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. കുട്ടി പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ 7 അന്ന് ആദ്യം കുട്ടിക്ക് നാമകരണം നിർവഹിക്കുകയാണ് വേണ്ടത്, പേരിടുകയാണ് വേണ്ടത്. കാരണം ഇന്ന കുട്ടിക്ക് വേണ്ടി അഖീഖ അറുക്കുന്നു എന്നാണ് അഖീഖ അറുക്കുന്ന ആൾ നിയ്യത്ത് ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടിക്ക് ആദ്യം പേര് വേണമല്ലോ. അപ്പോൾ ആദ്യം കുട്ടിയുടെ പേര് ഇടണം, അതിനുശേഷം അഖീഖ അറുക്കണം. അഖീഖ അറുത്തതിന് ശേഷമാണ് കുട്ടിയുടെ തലയിൽ നിന്നും മുടി നീക്കം ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നാമകരണം, പിന്നീട് അഖീഖ അറുക്കൽ,
അതിനുശേഷം കുട്ടിയുടെ തലയിൽ നിന്നും മുടി നീക്കം ചെയ്യൽ. ഇതെല്ലാം ശരീഅത്തുൽ ഇസ്ലാം നമ്മുടെ ദീൻ നമുക്ക് നൽകുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ്. ഈ പറഞ്ഞതിലൂടെ അഖീഖയും ഉദ്ഹിയയും രണ്ട് അമലാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇത് സംബന്ധമായ കൂടുതൽ വിവരങ്ങളും കൂടുതൽ മസായിലുകളും നാം പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൂടുതൽ കാര്യങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പുതിയ പുതിയ സംശയങ്ങൾക്ക് നിവാരണവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.